ഞായറാഴ്ച രാത്രി 8 മണിക്ക് നമ്മുടെ തൃശ്ശൂർ കുട്ടനല്ലൂരുള്ള ഹൈലൈറ്റ് മോളിൽ നമ്മൾ ആട് 3 കാണാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് 6 മണിയായപ്പോൾ ഞാൻ കടയിൽ എത്തിയിട്ടോ യാത്രയായിട്ട്. ശ്രീചേട്ടനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ഒരു പരിപാടി ഇരിക്കുന്നത് അത് ഞാൻ എടുത്ത് കഴിച്ചു. ശ്രീചേട്ടനും കഴിച്ചു കേട്ടോ. കാരണം ഇനി കുറച്ച് നേരം കഴിഞ്ഞ് കട അടയ്ക്കും. ആ സമയം കൊണ്ട് അച്ഛമോനും പാറമോളും അമ്മയും വീട്ടിൽ നിന്ന് വരും. അവർക്ക് വരാനായിട്ട് ഒരു ഓട്ടോ വിടണം. കാരണം ശ്രീചേട്ടന് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, കടയിൽ ഈ സമയത്ത് തിരക്കാവും കേട്ടോ. അങ്ങനെ ഒരുവിധം കടയൊക്കെ അടച്ചതേ അവരും വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോവാണ്. കട അടയ്ക്കുമ്പോൾ വൈകി ഗൈസ്, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തിരി വൈകിട്ടോ. അങ്ങനെ എത്തിയിട്ട് നമ്മൾ ഓടാണ് ഹൈലൈറ്റ് മോളിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ആ സമയമായാലും ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. പാർക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തി നമ്മൾ ഓടിപ്പോയി ആട് 3 കാണാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായി, അയ്യോ ആദ്യത്തെ 10 മിനിറ്റ് മിസ്സായല്ലോ എന്നാണ് അച്ചുമോൻ്റെ വിഷമം കേട്ടോ. അവന് സിനിമ കാണുമ്പോൾ അത് ഫുള്ള് കാണണം ഗൈസ്. എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ തിയേറ്ററിൽ എത്തിയപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ജയസൂര്യയുടെ ഒരു എൻട്രി കേട്ടോ. എന്തായാലും ജയസൂര്യയുടെ ഡ്രസ്സൊക്കെ അടിപൊളി തന്നെയായിരുന്നു. പക്ഷെ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഇൻ്റർവെല്ലാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനത്തെ ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ പുറത്തേക്ക് വന്നു കേട്ടോ. ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി. പിന്നെ അവിടെ നിന്ന് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണമായിരുന്നു. പാറുമോളുടെ ഇൻട്രസ്റ്റ് ഫുള്ള് ഇങ്ങോട്ടാണ് നോട്ടട്ടെ. കാരണം അവൾക്ക് കളിക്കാൻ പോകണം എന്നുള്ളൊരു ജ്വരമാണ്. സിനിമ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ഗൈസ്. ബോറടിക്കാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിക്കാൻ പോപ്കോണും ജ്യൂസൊക്കെ വാങ്ങിച്ച് പിന്നെ അകത്തേക്ക് കയറിയിട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ശ്രീജ അച്ഛമോനും ഓടി ഇന്റർവെല്ല് എന്താ പറയാ പടം തുടങ്ങുക പറഞ്ഞിട്ട് കേട്ടോ. അമ്മയ്ക്ക് പിന്നെ പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനും അമ്മയും പതുക്കെ പിന്നെ പുറകെ കൂടെ പോയിട്ടാ. അങ്ങനെ പോയപ്പോഴേക്കും ഇതേ പടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പാറുമോൾക്കൊക്കെ ഉറക്കം വന്നു തുടങ്ങിയിട്ട് അവസാനം ഞാൻ അച്ചുമോനോട് ചോദിച്ചു, എന്ത് പടം അച്ചുമോനെ ഇത്? കാരണം എനിക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലായില്ലേ ഗൈസ്. അതുകൊണ്ട് പിന്നെ എന്താ പറയാ, പൈസ പോയിന്ന് ശ്രീചേട്ടനും പറയണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ശ്രീചേട്ടൻ ഓടിപ്പോയി എസ്കലേറ്ററിൽ കയറി അങ്ങോട്ട് പോയിട്ട്. അമ്മയ്ക്ക് പിന്നെ കയറാൻ പറ്റില്ല, അതിൽ പേടിയാണ്. അതുകൊണ്ട് ലിഫ്റ്റിൽ കൊണ്ടുപോയി ഞങ്ങളെല്ലാവരും കേട്ടോ. അങ്ങനെ ശ്രീചേട്ടനും ഞങ്ങൾ 2 വഴിക്കായി. അവസാനം അച്ചുമോൻ ഫോൺ ചെയ്ത് ശ്രീചേട്ടനെ കണ്ടുപിടിച്ചു ഗൈസ്. അങ്ങനെ അവരെ ശ്രീചേട്ടനും അച്ചുമോനും കൂടി അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർ എസ്കലേറ്ററിൽ താഴേക്ക് വരില്ല. അപ്പം ഞാനും പാറുമോളും വെറുതെ നിൽക്കാം. ഞങ്ങളൊന്ന് മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ താഴോട്ട് വരുമ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോയി ഗൈസ്. അമ്മ അവിടെ നിന്ന് നോക്കുന്നുണ്ട്, ഇവൾക്ക് ഇത് എന്താ പറ്റിയെന്ന്. പിന്നെ ഒരു രസമല്ലേ എങ്ങനെയൊക്കെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങളെല്ലാവരും പുറത്തേക്ക് വന്ന് തൃശ്ശൂർ പോയി കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. തൃശ്ശൂരല്ല, ഏതെങ്കിലും നല്ലൊരു കടയിൽ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരൊറ്റ കട തുറന്നിട്ടില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവസാനം തൃശ്ശൂർ സെൻറ്റ് തോമസിൻ്റെ അവിടെയുള്ള കുക്ക്ഡോറിലെത്തി. അവിടെയും കുഴിമന്തി ഇല്ല. അങ്ങനെ നെഹദിയിലെത്തി, അവിടെ ഇല്ല. തിരിച്ചു വരുന്ന ഒറ്റ കടയിൽ അവസാനം വീട്ടിലെത്തി മോരുകറി കൂട്ടി ചോറുണ്ട് ഗൈസ് ഞങ്ങൾ.